അസ്സലാമലൈക്കും. ഞാൻ ഇവിടെ കാട്ടാൻ പോകുന്നത് നല്ല ചക്കച്ചോള നല്ല ഇതൊക്കെ കളഞ്ഞ് ചൂനയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അരിക്കണം. മിക്സിയിലിട്ട് അരിച്ചതിൻ്റെ ശേഷം അതാ മിക്സിയിൽ ഒരു ജാറ് അരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അരിച്ച് വെച്ചിട്ടുണ്ട് ഒരു ജാറിൽ. നിങ്ങൾക്ക് ഇതിക്ക് വേണ്ടത് ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് കേട്ടോ. ഒരു ഗ്ലാസ് അരിപ്പൊടി ഒരു ഗ്ലാസ്. പിന്നെ ഇത് നമ്മളെ മറ്റേ ഇത് ഉരുക്കിയ വെള്ളമാണ്. ശർക്കര ഉരുക്കിയ പാനിയാണ് ഒഴിക്കുന്നത്. ശർക്കര പാനിയാണ് ഒഴിക്കുന്നത്. ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു മുറി തേങ്ങയാണ് വേണ്ടത്. ഒരു മുറി തേങ്ങ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്. ഒരു മുറി തേങ്ങ വേണ്ടത്. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് നമ്മൾ കൈ കൊണ്ട് പരത്തി കൊടുക്കുക. പരത്തി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മടക്കി വെക്കുക. മടക്കിയതിന് ശേഷം ഇതാ നമ്മൾ ഇഡ്ഡലി ചെമ്പിലേക്ക് ഇറക്കി വെക്കട്ടെ. ഇഡ്ഡലി ചെമ്പിലേക്ക് നന്നായിട്ട് ഇറക്കി വെക്കുക. ഇഡ്ഡലി ചെമ്പിൽ ഇറക്കിയതിന് ശേഷം മൂടി വെക്കുക. 10 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ആവി വന്നതിന് ശേഷം നമുക്ക് ഇത് ഇട്ടാൽ മതി കേട്ടോ. നന്നായിട്ട് ആവി കൊണ്ടണം. നന്നായിട്ട് ആവി വരണം. 10 മിനിറ്റ് എടുത്തേക്കണം കേട്ടോ. ചക്ക റെഡിയാണ് ഇതാട്ടോ. ചക്ക അട റെഡിയാണ്. ഇതാ എല്ലാവരും നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കണം കേട്ടോ. ഒന്ന് ചൂടാറേണ്ടതിന് ശേഷം ഒന്ന് നമുക്ക് അതേപോലെ ഇതാണ് കുട്ടികൾക്ക് മറ്റേ 10 മണിക്ക് 4 മണിക്ക് വരുമ്പോഴത്തേന് മാക്സിനൊക്കെ നല്ലത് കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കട്ടോ. എല്ലാവരുടെ വീട്ടിൽ ചക്ക ഉണ്ടാവുമല്ലോ, എല്ലാവരും ചെയ്യണം കേട്ടോ.